എല്ലാവർക്കും ആത്മപ്രകാശത്തിലേക്ക് സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ തികഞ്ഞ ഭക്തനായ സംസ്കൃത പണ്ഡിതനായ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയം, അദ്ദേഹം 100 ദശകങ്ങളിലായിട്ടാണ് നാരായണീയം രചിച്ചിരിക്കുന്നത്. നാരായണീയം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ സാരാംശമാണെന്ന് തന്നെ പറയാം. അതേ ഫലസിദ്ധി തന്നെ ഉണ്ടാകും. നാരായണീയത്തിൻ്റെ 8ാം ദശകത്തിലെ 13ാം ശ്ലോകം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതായത് അദ്ദേഹം എല്ലാ ദശകത്തിലും ലാസ്റ്റ് ശ്ലോകത്തിലെ അദ്ദേഹത്തിൻ്റെ വാതരോഗങ്ങൾ കൊണ്ട് കഠിനമായിട്ട് വേദന അനുഭവിക്കുന്ന അദ്ദേഹം എൻ്റെ വാതരോഗം മാറ്റിത്തരണേ എന്നാണ് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഇതിൽ 8ാം ദശകത്തിലെ 13ാം ശ്ലോകം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതിനെപ്പറ്റി നമുക്ക് ദിവസവും പഠിച്ച് വെറും 4 വരി ശ്ലോകമാണ്, പഠിച്ച് ദിവസവും 18 തവണ നല്ല വിശ്വാസത്തോടുകൂടി ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് ഈ ശ്ലോകങ്ങൾ ദിവസവും 18 തവണ ചൊല്ലിയാൽ ഏത് മാറാരോഗവും മാരകമായിട്ടുള്ള രോഗങ്ങൾ വരെ സുഖപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഞാൻ ദിവസവും ചൊല്ലുന്നതാണ്. ദിവസവും 18 തവണ ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഉള്ള രോഗങ്ങൾ ഭേദപ്പെടുകയും രോഗങ്ങളില്ലാത്തവർക്ക് രോഗങ്ങൾ വരാതിരിക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കപ്പെടുന്നു. തികഞ്ഞ ഭക്തിയോടുകൂടി ഉദ്ദേശശുദ്ധിയോടുകൂടി ഭഗവാനെ സ്മരിച്ചാൽ ഈ ശ്ലോകങ്ങൾ ദിവസവും 18 തവണ ജപിച്ചാൽ ഭഗവാൻ കൈവിടുകയില്ല. ഭഗവാൻ ഒരുപാട് മാറാരോഗങ്ങൾ, മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് വരെ മുക്തി നേടിയിട്ടുള്ള ആൾക്കാർ, മിറക്കിൾ സംഭവിച്ചിട്ടുണ്ട്. ഡോക്ടർമാർക്ക് വരെ അത്ഭുതങ്ങൾ തോന്നിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ആ ശ്ലോകം ഏതാണെന്ന് നമുക്ക് ചൊല്ലാൻ പഠിക്കാം. സ്വയം ജപിക്കേണ്ട ശ്ലോകങ്ങൾ ഏതാണെന്ന് നമുക്കൊന്ന് ചൊല്ലി പഠിക്കാം. ഓം ചേർത്തിട്ട് ആ ശ്ലോകം ചൊല്ലുക. ഓം ശാന്തി ഓം ചേർത്തിട്ട് ചൊല്ലുക. ഓം അസ്മിൻ പരാത്മന്യനുപാത്മകൽപേ ത്വമിദ്ധമുദ്ധാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്തി പാതാലയവാസ വിഷ്ണു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഹി ഓം. ഈ ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കിയിട്ട് ദിവസവും നോക്കി ചൊല്ലുക. 18 ആവർത്തി ചൊല്ലിയാൽ രോഗങ്ങൾക്കുള്ള ദിവ്യ ഔഷധമാണെന്ന് തന്നെ പറയാം. ഒരിക്കൽ കൂടി ചൊല്ലാം. ഓം അസ്മിൻ പരാത്മന്യനുപാത്മകൽപേ ത്വമിദ്ധമുദ്ധാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്തി വാതാലയവാസ വിഷ്ണു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഹി ഓം. വിവിധ മാറാരോഗങ്ങൾ കൊണ്ട്, മാരകമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് രോഗത്തിൽ നിന്ന് മുക്തിയും രോഗങ്ങളില്ലാത്തവർക്ക് രോഗം വരാതിരിക്കാനും ഈ ശ്ലോകം വളരെയേറെ പ്രശസ്തമാണ്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് രചിച്ച ശ്രീമദ് നാരായണീയത്തിലെ 8ാം ദശകത്തിലെ 13ാം ശ്ലോകമാണ്. ഇത് വളരെയേറെ പ്രശസ്തി ആർജിച്ച ശ്ലോകമാണ്. ദിവസവും 18 ആവർത്തി ചൊല്ലുക. ഫലസിദ്ധി ഉറപ്പാണ്. ഞാൻ അനുഭവസ്ഥയാണ്. ഞാൻ ദിവസവും ഇത് ഉപാസിക്കുന്ന ആളാണ്. ഇനി നമുക്കതിൻ്റെ അർത്ഥം എന്താണെന്നും കൂടെ നോക്കാം. ഒരിക്കൽ കൂടി ചൊല്ലാം. ഓം അസ്മിൻ പരാത്മന്യനുപാത്മകൽപേ ത്വമിദ്ധമുദ്ധാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്തി വാതാലയവാസ വിഷ്ണു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഹി ഓം. ഇത് തികഞ്ഞ വിശ്വാസത്തോടും മനഃശുദ്ധിയോടും കൂടി വേണം ഇത് ദിവസവും ജപിക്കാൻ. ഫലസിദ്ധി 100% ഉറപ്പാണ്. ഈ നാരായണീയം എന്ന് പറയുന്നത് ഒരു ദിവ്യ ഔഷധമാണ്. ഈ കലിയുഗത്തിൽ നാമജപത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെയേറെ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ.
ഇനി 8-ാം ദശകത്തിലെ 13-ാം ശ്ലോകത്തിന്റെ ഈ നമ്മൾ ചൊല്ലണമെന്ന് ദിവസവും ചൊല്ലണമെന്ന് പറഞ്ഞ ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. പരാത്മമൂർത്തിയും ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്നതുമായ ഭഗവാനെ, അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവോടുകൂടി അനന്തമായ മാഹാത്മ്യത്തോടെ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ, അങ്ങ് എൻ്റെ എല്ലാ രോഗപീഠകളും മാറ്റിത്തരണമേ. പരാത്മമൂർത്തിയും ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്നതുമായ ഭഗവാനെ, ആ പത്മയുഗത്തിൽ അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവോടുകൂടി അനന്തമായ മാഹാത്മ്യത്തോടുകൂടി സ്ഥിതി ചെയ്യുന്ന അങ്ങ് എൻ്റെ എല്ലാ രോഗപീഠകളും തടയണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഗുരുവായൂരപ്പൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഭക്തർക്ക് ദാസനാണ് അദ്ദേഹം. നമ്മൾ തികഞ്ഞ വിശ്വാസത്തോടുകൂടി ഒരിക്കലെങ്കിലും ഭഗവാനെ സ്മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവൽ ഘട്ടങ്ങളിൽ ഭഗവാൻ നമുക്കൊരു കാവലായിട്ടുണ്ടാകും, നമ്മുടെ കൂടെ തന്നെ. എനിക്ക് പല സന്ദർഭങ്ങളിലും എന്നെ പല അനുഭവങ്ങളിലും പല വിഷമഘട്ടങ്ങളിലും എന്നെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട് ഭഗവാൻ. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ലഘൂകരിച്ച് പല സന്ദിഗ്ധ ഘട്ടങ്ങളിലും എനിക്ക് ഒരുപാട് സഹായങ്ങൾ ഭഗവാൻ ചെയ്തു തന്നിട്ടുണ്ട്. മനഃശുദ്ധിയോടുകൂടി നമ്മൾ ഭഗവാന് ഈ കലിയുഗത്തിൽ നാമജപത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സത്വഗുണം കൂടും. സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം സത്വഗുണം കൂടും. സത്വഗുണം കൂടുമ്പോൾ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളൊന്നും ഉണ്ടാകത്തില്ല. മേൽപ്പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം ഒരിക്കൽ കൂടി പറയാം. പരാത്മമൂർത്തിയും ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്നതുമായ ഭഗവാനെ, ആ പത്മയുഗത്തിൽ അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവോടുകൂടി അനന്തമായ മാഹാത്മ്യത്തോടുകൂടി സ്ഥിതി ചെയ്യുന്ന അങ്ങ് എൻ്റെ എല്ലാ രോഗപീഠകളും തടയണമേ. അങ്ങനെയാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇത് നിത്യവും ജപിച്ചാൽ ഫലസിദ്ധി ഉറപ്പാണ്. 100% ഫലം ഉണ്ടാകും. എല്ലാവരും പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഇതിൽ ഫലമുണ്ടാകുന്നവർ ഇതിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ദിവസവും ഇത് ചൊല്ലിയാൽ ഫലം ഉറപ്പാണ്. ഈ കലിയുഗത്തിൽ നാമജപത്തിന്റെ പ്രാധാന്യം, സർവവും മായയാണ്. നമ്മൾ ഈ കാണുന്നതെല്ലാം മായയാണ്. ഈ ധനമായാലും സുഖ സൗകര്യങ്ങളായാലും എല്ലാം മായയാണ്. ഭഗവാൻ മാത്രമേ ഉള്ളൂ സത്യമായിട്ടുള്ളത്. ദിവസവും 18 ആവർത്തി ഇത് ജപിക്കുക, ഫലസിദ്ധി ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആവശ്യമുള്ള എല്ലാ ഭക്തരിലേക്കും എത്തിച്ചു കൊടുക്കുക. Thank you for watching.